ഗായ്സ്, അപ്പോൾ നമ്മൾ എടപ്പള്ളി പള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് 2 ദിവസം അവിടെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഗായ്സ് ഇവിടെ പോയി ഇതിലെ കൂടെ പോലെ. അപ്പോൾ ഭയങ്കര തിരക്കാണ്. ഈ ഒച്ച കേൾക്കുന്നുണ്ടോ എന്തോ എൻ്റെ ഇവിടെ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ തിരക്ക് അവിടെ ഭയങ്കര ട്രാഫിക് ആയതാണ്. നമ്മളിങ്ങനെ നടന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചായ കുടിച്ചു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ എടപ്പള്ളി പള്ളിയിൽ നിന്ന് പെരുന്നാൾ കഴിഞ്ഞു അങ്ങനെ. അപ്പോൾ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈവനിങ് ആയപ്പോഴാണ് കുറച്ച് തിരക്ക് കൂടിയത്. അപ്പോൾ അവിടെ പോലീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതുവഴിയാണ് കയറിയത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ജ്യൂസ് ഐറ്റംസും സർബത്തും അതുപോലെ ചട്ടി, കലം എല്ലാ സാധനവും ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ ബജി അങ്ങനെ കഴിക്കാനാണെങ്കിലും ഐസ്ക്രീംസ് ആണെങ്കിലും പക്ഷേ ഒരു ചെറിയ ഒരു സ്മെല്ലുള്ളത് കാരണം എനിക്കൊന്നും ഫുഡ് ഐറ്റംസ് ഒന്നും വാങ്ങി കഴിക്കാൻ തോന്നിയില്ല. എനിക്കൊന്ന് തേങ്ങയുടെയൊക്കെ ഒരു സ്മെല്ല് പോലെ ആയിരുന്നു. അപ്പോൾ ഇയറിങ് അങ്ങനെ കുറേ സംഭവങ്ങൾ നോക്കി. അപ്പോൾ ഒരു സ്ലൈഡ് മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ. വേറൊന്നും വാങ്ങാൻ തോന്നിയില്ല. അപ്പോൾ വേറൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ നാളെയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ 2 ദിവസം ഉണ്ടാവുമായിരിക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാമെന്ന് വിചാരിച്ചു. ഇപ്പം എന്തായാലും പ്രത്യേകിച്ചൊന്നും വാങ്ങണമെന്നൊന്നും തോന്നിയിട്ടില്ല. സോ വാങ്ങിയിട്ടില്ല. ഞാൻ ഒരു സ്ലൈഡ് മാത്രം വാങ്ങി, ചോറൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇയറിങ്സ് ഒക്കെ എൻ്റെ കുറച്ചുണ്ട്. ഞാൻ അധികം ഓവറായിട്ട് ഇയറിങ്സ് ഇടുന്നതുമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വാങ്ങുന്നത്. മാലയാണെങ്കിൽ അങ്ങനെയാണ്, ഞാൻ അങ്ങനെ അധികം ഇടുന്നൊന്നുമല്ല. അപ്പോൾ നമ്മൾ പള്ളീൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇവർ ഈ ക്യൂവിൽ നിന്നിട്ടുണ്ടെങ്കിൽ പൊരി അങ്ങനെ കുറച്ച് ഐറ്റംസ് നമുക്കവർ തരും കേട്ടോ. ഞാൻ വിചാരിച്ചിരിക്കുന്നുണ്ടല്ലേ. അപ്പം നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ നിന്നാണ് വെള്ളം നമ്മൾ കുടിക്കുന്നത് കേട്ടോ. നല്ല വെള്ളമാണ്. ഞാൻ മുന്നേ കുറേ വട്ടം ഞാൻ ഈ പള്ളി വരുന്ന ടൈമിലൊക്കെ ഞാൻ ഇവിടെ നിന്ന് വെള്ളം കുടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് വെഞ്ചരിപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് എനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ പോയി നിന്നില്ല കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ വെഞ്ചരിപ്പ് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മാലയൊക്കെ നല്ല രസമില്ലേ. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ അതുപോലെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പള്ളീൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ലേ. പുറത്ത് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ നോക്കി നടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറുവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ കുറേ ലൈറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടി നമ്മൾ അടുത്തോട്ട് പോകുമ്പം അതിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. അപ്പോൾ ആ കാണുന്നതാണ് സെമിത്തേരി. ഓക്കെ, അപ്പോൾ ആ ഒരു സൈഡിൽ കൂടിയാണ് നമ്മൾ കയറി പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പോവാണ്. കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടി നമ്മൾ അടുത്തോട്ട് പോകുന്തോറും നല്ല രസമായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രസമല്ലേ, നിങ്ങൾക്കും അങ്ങനെ തോന്നിയില്ലേ? പ്ലീസ്, ഇതാ സെമിത്തേരി. ഗൈസ്, അപ്പോൾ നമ്മൾ പള്ളിയിലോട്ട് പോവുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന നേരം പോകുന്ന വഴിക്ക് ഒരു കാഴ്ച ഉണ്ട്, ഒരു കല്യാണം. അപ്പോൾ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ കയറി. വിളിക്കാത്തൊരു കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് എനിക്കുണ്ട്. പക്ഷെ കഴിക്കുന്ന കാര്യത്തിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഓടിപ്പോയി 2 പൊറോട്ട ബീഫ് റോസ്റ്റും വാങ്ങി. അപ്പോൾ ഞാനിരുന്നത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ആരെ കല്യാണമൊന്നും അറിയത്തില്ല കേട്ടോ. എന്തായാലും ഞാൻ കയറിയിട്ടുണ്ട്. ഞാനിങ്ങനെ ആരെയും മുഖത്തൊന്നും നോക്കിയില്ല ഗൈസ്. ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആരെയും മുഖത്തൊന്നും നോക്കിയില്ല. നോക്കിയാൽ എനിക്ക് ചിരി വരും. അതെനിക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു ആരെയും മുഖത്ത്. എല്ലാവരും എന്നെ നോക്കുന്നുണ്ടോയെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഞാൻ പൊറോട്ടയായിട്ട് നല്ല വിഴുങ്ങാൻ പോവുകയാണ് ഗൈസ്. ചെന്നപാട് ഞാനൊരു ബോട്ടിലെടുത്ത് വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ ഗൈസ്. അപ്പം നല്ല ടേസ്റ്റുള്ള പൊറോട്ടയും ബീഫും ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ നല്ലതുപോലെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ ഒരു രസം. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാൻ കഴിക്കാനൊക്കെ തുടങ്ങി. അന്നേരം ഞാൻ സെക്കൻഡ് വീണ്ടും പോയിട്ട് ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റും വാങ്ങി കഴിച്ചു. എന്താ ടേസ്റ്റ് ബീഫ് റോസ്റ്റിന്, പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചാൽ നമ്മൾ അഭിപ്രായം പറയണമല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സാലഡും പിന്നെ ഒരു വെറൈറ്റി അച്ചാറായിരുന്നു കേട്ടോ. എന്തായിരുന്നു, മുന്തിരി ഇല്ലേ, അതായിരുന്നു കേട്ടോ. ഞാനത് ഓർത്തില്ല ഇത്രയും നല്ല ടേസ്റ്റുള്ള അച്ചാറായിരിക്കും. ഞാൻ പറയട്ടെ ഗൈസ്, വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്തിൻ്റെ ഉള്ളിൽ പോയിരുന്നിട്ട് നല്ല വിയർത്ത് നമ്മൾ ഐസ്ക്രീം കുടിക്കാൻ പോവുകയാണ്.